നമസ്കാരം. ഇന്ന് നമ്മളൊരു ടു വേ കൺട്രോളിന്റെ കണക്ഷൻ പരിചയപ്പെടാം. ടു വേ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസിന് വരുന്നതും നമുക്കൊരു ടു വേ കൺട്രോൾ ആണ് വരുന്നത്. നമുക്ക് താഴേന്നും ഓപ്പറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പല ആൾക്കാരെയും ഡൗട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തിനാണ് ഈ രണ്ട് വയർ വലിക്കുന്നത്, നമുക്ക് സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്നും മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ സമയത്ത് മേസരിമാരായിരിക്കും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുക. കാരണം വെട്ടിപ്പൊളിക്കാനും ബോർഡ് വെക്കാനും മാത്രമേ ശിഷ്യന്മാർക്കുള്ള ഒരു അധികാരം ഉണ്ടാവില്ല. കാരണം അവർ ആ ഒരു രീതിയിൽ മാത്രമേ കാണുള്ളൂ. പല ആൾക്കാർക്കും ടു വേ കൺട്രോളുകൾ സ്വിച്ചുകളെ പറ്റി കണക്ഷൻ കൊടുക്കാൻ ഇപ്പോഴും ഒരു ഡൗട്ടാണ് അവർക്ക് ശിഷ്യന്മാർക്കുള്ള ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇവിടെ താഴത്തെ സ്റ്റെയർ കേസിന് നമുക്ക് താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ കയറി ഒരാൾ സ്റ്റെയർ കയറി നമുക്ക് മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിനെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇവിടുന്നും പറ്റണം, അതുപോലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്നും പറ്റണം. അതിനു വേണ്ടി നമ്മൾ ടു വേ കൺട്രോളുകൾ സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അത് രണ്ട് സ്വിച്ചുകൾ നമുക്ക് ടു വേ കൺട്രോളുകൾ ആവശ്യമാണ്. ഇതിന് ഉള്ള രണ്ട് വയറുകൾ നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ അകത്തേക്ക് ബോർഡ് ടു ബോർഡുകൾ ലൂപ്പ് ചെയ്യണം. കോൺഡ്യൂട്ട് വഴി നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് ഈ ഒരു ബോർഡിലേക്ക് രണ്ട് വയറുകൾ നമ്മൾ ലൂപ്പ് ചെയ്യണം. ടു വേ കൺട്രോൾ സ്വിച്ചുകൾക്ക് 3 പോളുകളാണ് ഉള്ളത്, അതായത് കണക്ഷൻ പോയിന്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. അതായത് മുകളിലുള്ള കണക്ഷൻ പോയിന്റ് മുതൽ ഈ കാണുന്ന കണക്ഷൻ പോയിന്റ്, ഇത് രണ്ടുമാണ് നമുക്ക് ഒരു വയർ കൊണ്ട് ഒരു 1.1 വയർ കൊണ്ട് നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടത്. 1 വയർ കൊണ്ട് നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കാണുന്ന താഴെ വരുന്ന കണക്ഷനും നമുക്ക് ഈ ഒരു കണക്ഷനും നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കണക്ഷനും ഈ ഒരു കണക്ഷനും നമ്മൾ 1 വയർ കൊണ്ട് ലൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ വരുന്ന ഈ ഒരു കണക്ഷനും 1 വയർ കൊണ്ട് നമ്മൾ ലൂപ്പ് ചെയ്യുക. ഇത് നമുക്ക് രണ്ട് കളറിൽ നമുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. മാർക്ക് നമ്മൾ ചെയ്തു വെക്കുക. ഈ ഒരു വയർ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ കോഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ പോയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷനും ഇവിടെ പോയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. സർക്യൂട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്ന കറണ്ടുകളെ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് പോളുകളും ഡയറക്റ്റ് ആയിട്ട് ലൂപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് വരുന്ന കൺട്രോൾ, നമുക്ക് ടു വേ കൺട്രോൾ എന്ന സിസ്റ്റം നമുക്ക് അവിടെ വർക്ക് ആവുകയുള്ളൂ. ഈ ഒരു രണ്ട് വയറുകൾ നമ്മൾ ഈ കാണുന്ന രണ്ട് പോളുകളിലും, മേളത്തെ പോളിലും ഏറ്റവും ലാസ്റ്റത്തെ പോളിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാലൻസ് വരുന്നത് താഴത്തെ ഈ ഒരു പോളും മേളത്തെ ഈ ഒരു കണക്ഷൻ പോളുമാണ് നമുക്ക് ബാലൻസ് വരുന്നൊരു പോളുകൾ. അധികം ആൾക്കാരെങ്കിലും ഡൗട്ടാണ് ഈ ഒരു നമുക്ക് ലൈറ്റിൻ്റെ ലീഡുകൾ നമുക്ക് എവിടത്തോട്ട് വലിക്കണം എന്നുള്ളതാണ്. ചിലപ്പം ഈ ഒരു കണക്ഷൻ നമുക്ക് സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞിട്ടാകുമ്പം ആ ഒരു ഭിത്തിയിലായിരിക്കും നമ്മൾ ഇവിടെ ഒരു ഹോൾഡർ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾഡറിൻ്റെ വയറ് നമുക്ക് ഈ കാണുന്ന മേളത്തെ സ്വിച്ച് ബോക്സിനകത്ത് ഇട്ടാൽ മതിയാകും. നമുക്ക് ഈ ഒരു കണക്ഷൻ വയറിനെ നമുക്ക് ഇവിടെ ലൂപ്പ് ചെയ്യാം. അതായത് ഈ ബൾബിൽ നിന്ന് വരുന്ന ലീഡ് വയറിനെ നമ്മൾ ഈ സെൻട്രൽ വരുന്ന ബാലൻസ് വന്ന പോളിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ മേളത്തെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഈ മേളിൽ കാണുന്ന കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് താഴെയാണ് നോക്കാനുള്ളത്. താഴെ നോക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ രണ്ട് കണക്ഷനും നമ്മളിവിടെ ലൂപ്പ് ചെയ്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സെൻട്രൽ കാണുന്ന ഈ ഒരു പോള് മാത്രമേ നമുക്ക് ബാലൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു പവർ വളരെ അത്യാവശ്യമാണ്. പവറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് നമ്മൾ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന പവർ, ചിലപ്പോൾ ഇൻവേർട്ടർ ലൈനുകൾ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കോമൺ ലൈനുകൾ ഉണ്ടാവും. അത് ഏതാണോ ലൈനുകൾ നമുക്ക് അവിടെ ആവശ്യമുള്ളത് അതിന് അനുസരിച്ച് നമ്മളിവിടെ ഫേസ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ കറണ്ട് വയർ നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്കിങ്ങിൻ്റെ കാര്യം, ഈ ഒരു സർക്യൂട്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ആവും. നമുക്ക് ഈ ലൈറ്റ് കത്താൻ ആവശ്യമായ നമുക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടുന്ന് നമുക്ക് ലൈറ്റിന് ആവശ്യമായ ന്യൂട്രൽ എടുത്ത് നമ്മൾ ഒന്നുകിൽ നമുക്ക് ഡി വിക്കകത്തുള്ള ന്യൂട്രൽ ബാറിൽ കണക്ട് ചെയ്യുക. ഇനിയല്ല നമ്മൾ താഴത്തെ സ്വിച്ച് ബോക്സിനകത്ത് ന്യൂട്രൽ വയർ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂട്രലിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടു വേ കൺട്രോളിൻ്റെ സിസ്റ്റവും ഡയഗ്രവും ഇതിൻ്റെ വയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഡൗട്ട് വന്ന കാര്യങ്ങൾ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അവർ പറഞ്ഞു. ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ ടു വേ കൺട്രോളിൻ്റെ വർക്ക് നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വയറിംഗ് സംബന്ധമായി ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമ്മളെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം അപകടം നിറഞ്ഞ ഒരു വലിയൊരു വർക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് തീർച്ചയായും ഷെയർ ചെയ്യും. നമ്മളെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലും ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. താങ്ക്